എന്തോ നമ്മൾ എന്തിനാണ് 4 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നേക്കുന്നത്? അപ്പാ അപ്പൻ ഇതുവരെ നോർമൽ ഷാപ്പിൽ നിന്നല്ലേ വെള്ളം അടിച്ചിട്ടുള്ളൂ. ഇന്ന് അപ്പന് ഞാൻ AC ഷാപ്പിൽ നിന്ന് കള്ള് മേടിച്ചു തരും. ബെന്നിമോനെ, എന്തോ പ്രായമായവരുടെ കിഡ്നിക്ക് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അതിനപ്പ അങ്ങനെ പറഞ്ഞേ? നീ എന്നെ സ്നേഹിക്കണോണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പനെ സ്നേഹിച്ചിട്ടില്ലേ? ഇന്നലെ ഞാൻ ആ വീടിന്റെ മുറ്റത്തിരുന്നൊന്ന് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് തെങ്ങിന്റെ കൊതുമ്പിനല്ലടാ നീ എന്നെ ഇറങ്ങി വീഴ്ത്തിയത്. അത് പിന്നെ അപ്പ ഞാൻ വിചാരിച്ചു കാട്ടുപന്നിയാന്ന്. ഏത് കാട്ടുപന്നിയാടാ? ജുബ്ബേ മുണ്ട് കൊടുത്ത് നീ കണ്ടിട്ടുള്ളത്? അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. പിന്നെ അതല്ലേ ഇവിടുത്തെ വിഷയം. അത് കളയപ്പോ. അത് കളഞ്ഞു. ബെന്നിമോനെ, എന്തോ നീ അപ്പനെ എവിടെ കൊണ്ടുവന്നാളാ പറഞ്ഞത്? AC ഷാപ്പില്. അപ്പനെന്താടാ പൊട്ടനാന്ന് നീ വിചാരിച്ചോടാ? ഒന്നുമില്ലേ, നിന്നെയൊക്കെ ഓണം കൂടുതലുണ്ടാണ് അപ്പൻ. അപ്പൻ ഇതൊക്കെ വായിക്കാൻ അറിയാടാ. അപ്പൊ ഞാൻ ഇത് AC ഷാപ്പ് അല്ലല്ലോടാ, വിദേശ മദ്യ ബാർ. കണ്ടുപിടിച്ച് കളഞ്ഞ് ഞാനൊരു സർപ്രൈസ് തരാൻ വെച്ചിരിക്കുന്നു. ബെന്നിമോനെ, നിന്റെ സമയം കളഞ്ഞ ചെറുതോറണം മേടിക്കുന്നു, അടിച്ച് പാമാന്ന് ഓടെ കിടക്കുന്നു. അങ്ങോട്ട് കയറി ചെന്നാ ഇപ്പൊ തരും. അതിന് ഓർഡർ ചെയ്യണം. ആണോ? ഓർഡർ ചെയ്യ. അപ്പൻ ഇവിടെ ഇരിക്കും. ശരി, ഈയിടെ അങ്ങ് വിജയിച്ചങ്ങ്. ഹലോ ഹലോ, ബെന്നിയാന്നേ. ഞാൻ പള്ളിപ്പുറത്തുനിന്ന് കള്ളുകൂടിയനായിട്ടുള്ള അപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഔദച്ചായന്റെ മകൻ ബെന്നി. ബെന്നി അത് തന്നെ. അപ്പനെ കൊണ്ട് വന്നിട്ടുണ്ടോടാ? അപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാ കൊണ്ടുവന്നത്? AC ഷാപ്പിൽ കള്ളു മേടിച്ചു തരാന്ന് പറഞ്ഞാ കൊണ്ടുവന്നേക്കുന്നേ. വിശ്വസിച്ചോന്ന് ചോദിച്ചാ പെട്ടെന്ന് കിട്ടും. വിശ്വസിച്ച്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിക്ക്. ഞാനേ എന്റെ ഒരു ആളെ അങ്ങോട്ട് വിടാം. ബെനറ്റ് ഇട്ടൂപ്പ് ബെൽറ്റ് ഇട്ട് പാന്റ് ഇട്ട് നീ വീട്ടിൽ പോ. അതാണോ പറഞ്ഞത്? ബെനറ്റ് ഇട്ടൂപ്പ് ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞാടാ. അവൻ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും. ശരി, ഞാൻ ഏറ്റി. പിന്നെ ബെന്നിമോനെ, എന്തോ ഇത്രയും ഷാപ്പിലാണ് മറ്റേ ക്യാബറ ഡാൻസ് ഉള്ളത്. ഒരു മകനോട് ഇമാതിരി വർത്തമാനം പറയാനായിട്ട്. ഇവിടെയാണ് ക്യാബറെങ്കിൽ ഞാൻ ഇവിടെ അടിക്കത്തില്ലെന്ന് പറയാൻ വേണ്ടിട്ടാ. അതാണ് പറഞ്ഞത്. സോറി അപ്പാ, ക്യാമറ ഉള്ളത് ഇവിടെ അല്ല, അപ്പുറത്തെ ഷാപ്പില്ല. നമുക്ക് അങ്ങ് തർക്കുത്തരം പറയണ്ട. അപ്പൻ ഇവിടെ ഇരുന്നോളാം. അപ്പൊ പോക്കിയേനെ. ഔദച്ചായന്റെ മകൻ. സുഖമാണോ? അയ്യോ, സുഖമാണ്. മറ്റേ അച്ഛൻ പറഞ്ഞ കാട്ടുപോത്തല്ല, കുഞ്ഞാട്. കുഞ്ഞാട്. സോറി. ഞാൻ വേണമെങ്കിൽ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഇവിടുത്തെ മെയിൻ ആളാണ് ബെനറ്റ് ഇട്ടൂപ്പ്. ഇവിടുത്തെ ആളായിരുന്നല്ലേ? ഇവിടുത്തെ ആളാണ്. അങ്ങൂന്ന് നടന്നു വരുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പൊളിച്ചു വെച്ച കപ്പ നടന്നു വരുമായിരിക്കും. എടാ മറ്റവനെ, എന്നോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അപ്പന്റെ കുടി ഞാൻ നിർത്തത്തില്ല. ഇല്ലെങ്കിൽ തന്ന കൂടി ഞാൻ തിരിച്ചു തരും. എനിക്കൊരു നിർബന്ധമില്ല നിന്റെ അപ്പന്റെ കുടി നിർത്തണം. അതൊക്കെ പോട്ടെ, എവിടെയാണ് ആ മദ്യപാനിയായ തന്ത? എന്റെ അപ്പനെ കയറി മദ്യപാനി എന്ന് വിളിക്കരുത് കേട്ടോ. ഇല്ലടാ, ചാത്തനടിച്ച് ഓടെ കിടക്കുന്ന നിന്റെ അപ്പനെ പിന്നെ ഞാൻ അല്ലു അർജുൻ എന്ന് വിളിക്കും. ഒന്നും വിളിക്കണ്ട, നീ മറിക്കേ. ഞാൻ മിണ്ടുന്നില്ല. അപ്പനെ കൊണ്ടും മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. മനസ്സിലായിരുന്ന? ഞാൻ വിചാരിച്ചതോ പേർഷ്യൻ ക്യാറ്റാണ്. നീ ആരടാ? നീ അപ്പനാണല്ലേ? കൊച്ചു ത്രേസ്യയുടെ മോൻ. 36 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം ഇതുപോലെ ബലൂണിൽ കാറ്റ് നിറച്ചു വെച്ചതുപോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നോർത്തില്ല. മോനെ, അപ്പനോട് ക്ഷമിക്കടാ. എന്റെ അപ്പനാണോ എന്നല്ല ചോദിച്ചത്, അവന്റെ അപ്പനാണോ? അവന്റെ അപ്പനെ കയറി നിന്റെ അപ്പനാണോ ചോദിക്കുന്നത്? നിനക്ക് അപ്പനും അമ്മയുണ്ടോ? പിന്നെ ഞാൻ എന്തോ സാറ്റ് കളിച്ചപ്പോണ്ടായത്. നീ ആരാ? നീ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ മെയിൻ ആള് ബെനറ്റ് ഇട്ടൂപ്പ്. ഓ, ബാർബർ. സാധനങ്ങളൊക്കെ എടുത്തണോ എന്നെ? ബെഹറിനാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെയുണ്ട് സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ സ്പെഷ്യൽ കാര്യം ചോദിക്കുന്നു. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ. നീ നിന്റെ അച്ഛനും കേക്ക് മുറിച്ചാ? ഞാൻ അതല്ല പറയാം. എനിക്കൊരു OPR 45. OPR 45. അയ്യോ, ഞാൻ കൊണ്ട തരത്തില്ല. പുള്ളിക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നീ നിന്റെ അപ്പനോട് കാര്യമൊന്നും പറഞ്ഞില്ലായോ? ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. കാര്യം ചെയ്യാം. ഇവിടുത്തെ ഓളിനോട് എന്ന നിലയ്ക്ക് ഞാൻ പോയി നിന്റെ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കാര്യങ്ങളെല്ലാം ഓക്കെ. പറയുന്നതൊക്കെ കൊള്ളാം, കുറച്ച് മയത്തി പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം പുള്ളിക്ക് ഒരു അറ്റാക്ക് വന്ന മനുഷ്യനാണ്. മയത്തി പറഞ്ഞ് മനസ്സിലാക്കണം. ശരി. എന്തോ അപ്പാപ്പനെ എന്തിനാ മോൻ ഇവിടെ കൊണ്ടുവന്നേന്ന് അപ്പാപ്പൻ അറിയാവോ? അറിയാം. എന്തുവാ? AC ബാറിൽ നിന്ന് കള്ളു കുടിക്കാൻ അല്ല, തന്റെ കള്ളു കൂടി നിർത്താൻ. അല്ലാതെ താൻ വിചാരിച്ച പോലെ കോട്ടയം നിത്യാബാറിൽ കുടിക്കാൻ കൊണ്ടുവന്നല്ല. ഇതാണ് ഡി-അഡിക്ഷൻ സെന്റർ. അതിന്റെ മലയാളം എന്താ? ലഹരി വിമുക്ത കേന്ദ്രം. അയ്യോ, മണിമല എന്ന് ഞാൻ
ഞാൻ കെട്ടിപ്പോയിട്ടോട് വന്നിട്ട് അപ്പൻ അയ്യോ ഈ ചിമിട്ട് കൊണ്ടു കളഞ്ഞേ. നീയാണ് ഇതിന് ഉത്തരവാദി. എന്റെ പൊന്ന് സുഹൃത്തെ, അത് പുള്ളി ചെറുതായിട്ടൊന്ന് ബോധം കെട്ടി വീണ അതിനുള്ള മരുന്നൊക്കെ എന്റെ ഉണ്ട്. എന്തുവാ ഇവിടുത്തെ ഒരു പാമ്പയുടെ അന്ന് രാവിലെ പിടിച്ചൊരു OPR-ന്റെ പൈൻ്റെ ഇത് ചെറിയ തരി കൊടുത്താൽ മതി, എഴുന്നേറ്റോളം കാണിച്ചു തരാം. മൂത്തവരെയാണ് കവച്ച് വെക്കരുത്, ദോഷം എന്നാലും വെക്ക. കണ്ണു തുറന്നാ ഇത് മൊത്തം തരാം. നീ അങ്ങ് മാറിയെന്നേ മോനെ പന്നി. പന്നിന്ന് തന്നെയാടാ വിളിച്ചത്. നീ അപ്പനെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നേക്ക് വരുന്നല്ലടാ. എന്തിനാടാ അപ്പനെ പറ്റിച്ചത്? അത് പിന്നെ കൊച്ചിലെ അപ്പൻ എന്നെ പറ്റിച്ച് അംഗനവാടി കൊണ്ടാക്കത്തില്ലായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതിന്റെ പ്രതികാരം തീർക്കാൻ നിനക്ക് ഇന്ന് മാത്രമല്ല സമയം ഉണ്ടായിരുന്നല്ലോ. മോനെ ബെന്നി, നീ കേട്ടോ, അപ്പൻ യവന്റെ വീട്ടിൽ കിടക്കത്തില്ല. എന്റെ വീടല്ലേ അവിടെ അപ്പൻ കിടക്കത്തില്ല. ഞാൻ എന്റെ കുടുംബത്ത് പോവാടാ. അയ്യേ, അതിന് കുടുംബത്ത് പോകാൻ അപ്പന് വഴി അറിയത്തില്ല. എന്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ കൊണ്ടുപോകണം. ആ കള്ളൂരിയന്മാരോ? കള്ളൂടിയന്മാരോ? മോനെ ബെന്നി, നിനക്ക് കൗട്ട കമ്പനി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഒന്നാം തീയതി ഒരു ക്വാർട്ടർ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ പാതാളത്തിന് മാവലിനെ വരെ അമ്മമാർ കൊണ്ടുപോകും. അങ്ങനെയുള്ള അമ്മമാർക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാന്നിറങ്ങിയ പൂവിന്ന് പൂമാറ്റെടുക്കണ പോലെയാണ്. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാനോട് അരിയുണ്ടേ ആവശ്യമില്ലാത്തതിനൊക്കെ എനിക്ക് എന്ത് വേണേലും ഇട്ട് വെക്കട്ടാ. നിന്റെ കാശിന് ഞാൻ കള്ളു കുടിച്ചോ? ഇല്ല. നിന്റെ അച്ഛന്റെ കാശിന് കള്ളു കുടിച്ചോ? പിന്നെ നിനക്ക് എന്നാത്തിന്റെ തരിപ്പാ? നിങ്ങളവിടെ പോവാ. നിന്റെ അപ്പൻ ചോദിച്ചാൽ എനിക്ക് എന്തിനു തരിപ്പാന്ന്? ഞാൻ നിങ്ങൾക്ക് കാശ് തരാം, പറഞ്ഞ് മനസ്സിലാക്ക്. കാശിന് തരാം. ഞാനൊക്കെ മറന്നു. അപ്പൊ സംഭവം എന്താണെന്നറിയോ? നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് ക്യാഷ് തരാന്ന് പറഞ്ഞു. അവൻ ഇട്ടേക്കണ ഷഡ്ഡിക്ക് ഇലാസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അവനാണോ നിനക്ക് കാശുണ്ടാക്കാൻ പറഞ്ഞിട്ടാ? കൈന്നിട്ടല്ല. അപ്പം മണ്ണടി പോവാടാ. മണ്ണടി പോയാൽ ഇയാളാരാ? പന്നിയലിയോ? അതാണ് ഞാൻ പറയുന്നത്. മൂത്ത മോള് സോഫി മോള് മണ്ണടി സ്ഥലം പോവാന്ന്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക്. അവളാണ് എനിക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ തന്നത്. ആഹാ, എന്നാ രണ്ടാമത്തെ മോള് മേരിക്കുട്ടിയുടെ അടുത്തേക്ക് അപ്പം പോവാടാ. അവര് നിങ്ങളെ പ്രാഗി കൊല്ലും. അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ മോള് ലില്ലിക്കുട്ടിയുടെ അടുത്തേക്ക് പോകൂടാ. മരുമോ നിങ്ങളെ കാല് തല്ലി ഓടിക്കുന്ന പറഞ്ഞേക്കുന്നു. എന്നാ ഞാൻ നാലാമത്തെ മോള് ചഞ്ചലിന്റെ അടുത്തേക്ക് പോകൂടാ. അവളുടെ പിള്ളേർ നിങ്ങളെ ചിഞ്ചിലടിക്കും. ഇനി അപ്പന് വേറെ മക്കളും എല്ലാം ഉണ്ടാടാ? എനിക്കറിയാൻ പാടില്ല. പോകാനൊരു സ്ഥലവും ഇല്ലല്ലോ. അപ്പന് ആർക്കും വേണ്ട. ഇവിടം വരെ വന്നേ. എന്നാ നിന്റെ അപ്പന് കള്ളു കുടിച്ചു കഴിയുമ്പോൾ എന്തില്ലെന്നാണ് നീ അച്ഛനോട് പറഞ്ഞത്? ബോധം. ചുമ്മാടാ, പുള്ളിക്ക് നല്ല ബോധമുണ്ട്. എല്ലാം അവന്റെ അഭിനയം. നിന്നെ കൂട്ടി 5 പിള്ളേരുണ്ട്. അപ്പാപ്പ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നിങ്ങളെ പോലെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്റെ പപ്പായി. അവസാനം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാരും കൂടി എന്റെ പപ്പയെ കൊണ്ടിട്ട് DHC സെന്ററിൽ കൊണ്ടാക്കി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. എങ്ങനെ? എന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ബാങ്ക് മാനേജർ ഒളിച്ചോടി പോയി ഞങ്ങളുടെ കുടുംബം സേഫായി ഫുള്ള് കൈകൾ ബാങ്ക് മാനേജർ നോക്കുന്നു. എടാ മറന്നീണ്ടി, ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നീ കൊണ്ടു നടക്കുക. ക്രെഡിറ്റ് അല്ല. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ടാടാ ബെന്നിമാനെ. എന്റെ വീട്ടിലെ കാര്യം തിരക്കുന്നേ, അതവിടെ കിടക്കട്ടെ. അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? കുറച്ച് പ്രാർത്ഥനയും ചിട്ടയോടെ വേണം കാര്യങ്ങൾ നടത്താൻ. എടാ ചെറുക്കനെ, നീ അങ്ങനെ പറയല്ലേ കേട്ടോ. എടാ ഔദ വിളിച്ച ദൈവം സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്നു തരൂടാ. 7 ദിവസം മാലാക വന്ന് കയറണ വീടായിരുന്നു ഔദയുടെ വീട്. ആ മാലാകേനെയും ഈ പുണ്യാളിനെയും ചേർത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ട് എന്റെ അമ്മ പൊക്കി. എന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരുന്ന മാലാകയുടെ കർണക്കുറ്റി നോക്കി ഒറ്റ അടിയും കൊടുത്തിട്ട് ഈ ഇരിക്കുന്ന പുണ്യാളിനെ കൊണ്ട് എന്റെ അമ്മച്ചി വീട്ടിൽ വന്ന്. അത്രയ്ക്ക് പാവമായത് എന്റെ അമ്മച്ചി. ഇതൊന്നും ഞാൻ മറക്കുകയില്ലപ്പാ. അതൊക്കെ കൊച്ചുനാളിൽ എന്തെങ്കിലും ചെയ്തു പറഞ്ഞു. അപ്പനെ വീട്ടിൽ കൊണ്ടോടാ. അപ്പനെ ഇവിടെ നോക്കാൻ ആരും ഇല്ലടാ. എന്റെ പൊന്നപ്പാപ്പ, എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ ഞാനുണ്ട്, സോഫിയുണ്ട്. സോഫിയ ആരാ? സോഫി ഇവിടുത്തെ ഹോം നേഴ്സ്. ആദ്യം പറയുന്നത്. എന്തായാലും നീ അപ്പാപ്പനെ നന്നാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടു നിർത്തി. നീ ഇപ്പൊ വയസ്സാം കാലത്ത് കർത്താവ് ഇങ്ങനെ ഒരെണ്ണത്തിന് തരണമെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റുമല്ലേ? അപ്പാപ്പൻ ഇവന്റെ കൂടെ നിന്ന് ഇവിടെ നന്നായിക്കോളാം. അയ്യോ, ഇതിന്റെ പെട്ടെന്നൊരു മാനസാന്തരം. നന്നായിക്കോളാടാ. ചെറിയൊരു മിസ്റ്റേക്ക്. സോഫിയ 1 മാസത്തേക്ക് ലീവാണ്. ആണല്ലേ? എന്റെ പട്ടിണി കൂടെ ഇവിടെ ഇവന്റെ അടുത്ത് ഞാൻ നിൽക്കത്തില്ല. ഇവന്റെ വീട്ടിൽ എന്നെ കൊണ്ട് പോകണം. എന്റെ വീടല്ലേ DHC സെന്റർ ആയിന്നോട്ട് ഞാൻ പറഞ്ഞു. DHC സെന്റർ എന്നെ ഇവിടെ നിർത്തല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കാൻ ആരും ഇല്ലെന്ന്. അപ്പാപ്പ, സോഫി ഇല്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ബെനറ്റി ഉണ്ടല്ലോ. അപ്പാപ്പൻ ഇവിടെ നിന്നോളാം. എന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ എന്നെ എടുക്കാനായിട്ട്. അല്ല, ഇത് ഈ ബെനിറ്റിക്ക് എത്ര വയസ്സായി? 85. പുള്ളിക്കാരിനെ നോക്കാനാണോ നീ എന്നെ ഇവിടെ നിർത്തണത്? എന്നെ നോക്കാനാണോ പുള്ളിക്കാരിനെ ഇവിടെ നിർത്തുന്നത്? ഇവിടെ നിർത്തണ്ട. ഇവിടെ ഉള്ള കള്ളുകൂടിയന്മാര് കൊള്ളിഞ്ഞാത്തവരെ കിടക്കും. അപ്പനെ കൊണ്ട് പോടാ പെഞ്ഞുമോനെ. ഇവിടുന്ന് ഞാൻ അപ്പനെ കൊണ്ടുപോകത്തില്ല. കാരണം അപ്പൻ ഒരൊറ്റ ഒരാൾ കാരണമാണ് എനിക്ക് ഒരു പെണ്ണ് പോലും കിട്ടാത്തത്. ഇനിയെങ്കിലും എനിക്ക് പെണ്ണ് കിട്ടണം. അതുകൊണ്ട് അപ്പനെ ഞാൻ ഇവിടെ നിർത്തുക. അതാണ്ട് വെള്ളയും നിങ്ങൾക്ക് ഇതിനുള്ള ചെലവ് ഞാൻ തരാം. ഞാൻ പോയേക്കോ അപ്പ. വഴിയിലൂടെ ഇപ്പഴത്തേക്കട പോകട്ടെ. അയ്യോ, അതെന്റെ വഴിയാ.
പോകല്ലേ പോകല്ലേ, പൈസ തരാന്ന് പറഞ്ഞതാ. പൈസ തരാം, പൈസ തരാം പോകല്ലേ, പൈസ തരാന്ന് പറഞ്ഞാ പോകല്ലേ, പൈസ തരാന്ന് പറഞ്ഞാ പോകല്ലേ, പൈസ തരാന്ന് പറഞ്ഞാ പോയടാ. പോയാ. അവനിപ്പ അപ്പനെ വേണ്ട. നിനക്കറിയാമോ, ചെറുപ്പത്തിൽ ഞങ്ങൾ പാടത്ത് ഞാനും അവൻ്റെ അമ്മ ലിസിയും കൂടി ഇറങ്ങും. വയറന്തിയോളം പണിയെടുത്ത് ഈ 5 എണ്ണത്തിന് തിന്നാൻ കൊണ്ട് കൊടുക്കും. വയസ്സായപ്പോ ഞാൻ കള്ളു കുടിച്ചു എന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. ഈ സങ്കടത്തിൽ ഒരു ക്വാർട്ടർ മേടിച്ചടിച്ച. എടാ, നല്ലൊരു പ്ലസിൽ നിർത്താന്ന് വിചാരിക്കുമ്പോ നീ അത് സമ്മതിക്കില്ല.